എൻ്റെ പേര് മുസ്തഫ മദനി. ഞാൻ പുളിക്കൽ മദീനത്തുലും അറബി കോളേജിൽ നിന്ന് അഫ്ദലും പാസ്സായ ആളാണ്. ISMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. കുറേ കാലം മുജാഹിദ്, എൻ്റെ ചെറുപ്പം മുതൽ മദ്രസ മുതൽ ഞാൻ എൻ്റെ 40 വയസ്സ് വരെ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ യഥാർത്ഥ വശം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ജമാഅത്ത് പുറപ്പെട്ടതിന് ശേഷമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ മുസ്ലിം ഉമ്മത്തിന് ഉപകാരപ്രദമാണോ എന്നാണ് എനിക്ക് സംശയം. കാരണം ഇത്തരത്തിലുള്ള സംവാദങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വരുന്നത് പരസ്പരം പരാജയപ്പെടുത്താനും അല്ലെങ്കിൽ ജയിക്കാനും വേണ്ടിയാണ്. മാഷാ അല്ലാഹ്, അമീൻ മൗലവി വളരെ വ്യക്തമായി ഇഖ്ലാസോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള കേട്ട പല ആളുകൾക്കും അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വരുന്ന ആളുകൾ ഇത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പരാജയപ്പെടുത്തുക, വിജയിപ്പിക്കുക എന്നുള്ളതല്ല. മുസ്ലിം ഉമ്മത്തിൽ നിന്നുള്ള വലിയ പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ ഈ തോൽപ്പിക്കുക, പരാജയപ്പെടുത്തുക എന്നാണ്. ഇമാം ഇബ്നു ഖയ്യിം ജൗസിന്റെ റൂഹ് എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നുള്ള ഒരുപാട് സംശയങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അതിന് മറുപടിയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ചർച്ച കൊണ്ട് ഇൻഷാ അല്ലാഹ് ദഅവത്ത് തബ്ലീഗിന്റെ പ്രവർത്തനത്തിൽ തൗഹീദുൽ ഉലൂഹിയത്തും തൗഹീദുർ റുബൂബിയ്യത്തും എങ്ങനെ നടപ്പിലാക്കുന്നു, ഇബ്നു തൈമിയ തൗഹീദുൽ ഉലൂഹിയത്തും തൗഹീദുർ റുബൂബിയ്യത്തും ഏറ്റവും കൂടുതൽ വിശദീകരിച്ച ഇബ്നു തൈമിയ അവസാനത്തിൽ പറഞ്ഞു, തൗഹീദുർ റുബൂബിയ്യത്തിലൂടെയാണ് തൗഹീദുൽ ഉലൂഹിയത്തിൽ അടിയുറപ്പുണ്ടാവുക. അതിന് ഭൗതിക വിദഗ്ധി വേണം, അതിന് തഖ്വ വേണം, അതിന് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യണം. നിങ്ങൾ ആ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തൗഹീദിൽ തബ്ലീഗിന്റെ പ്രവർത്തനത്തിലൂടെ അടിയുറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇബ്നു തൈമിയ പറഞ്ഞ വഴി നമ്മൾ പിൻപറ്റിയത് കൊണ്ടായിരിക്കാം. റുബൂബിയത്തിലൂടെ ഉലൂഹിയത്തുണ്ടാകും, ഉലൂഹിയത്തിൽ അടിയുറപ്പുണ്ടാകും. റുബൂബിയത്തിലുള്ള തൗഹീദാണ് രണ്ടാം ഘട്ടത്തിൽ, അതിലാണ് അടിയുറപ്പുണ്ടാകേണ്ടത്. അതാണ് തൗഹീദിന്റെ ഉന്നതമായ ഘട്ടം. അതിലേക്ക് വരുന്ന വഴി, അതിലൂടെ ഉലൂഹിയത്ത് കൂടുതൽ ഉറക്കും. അതിന്റെ വഴി തഖ്വയാണ്, അതിനു വേണ്ടത് സുഹദാണ്, അതിനു വേണ്ടത് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അനുഭവത്തിൽ അങ്ങനെ മനസ്സിലായത്. ഇൻഷാ അല്ലാഹ് സഹോദരങ്ങൾക്ക് വേറെ അനുഭവങ്ങൾ ഉണ്ടാകും, നമുക്കത് മാനിക്കാം. സന്തോഷത്തിൽ പിരിഞ്ഞു പോകാം. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം